നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർഷകർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. ഇന്ത്യ കർഷകരുടെ നാടാണ്. അതുകൊണ്ട് തന്നെ കർഷകരെക്കുറിച്ച് പറയാതെ ബജറ്റ് അവതരണം പൂർണ്ണമാവില്ല. 2026-27 കേന്ദ്ര ബജറ്റ് ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ബജറ്റിലൂടെ ഭാരതത്തിലെ കർഷകർക്ക് കൈവരാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഓരോ കർഷകനും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും കാർഷിക ഉൽപാദനം വൈവിധ്യവൽക്കരിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഊന്നൽ നൽകുന്നതാണ്. ചെറുകിട കർഷകർക്ക് പ്രത്യേക പരിഗണന നൽകുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതെ, ചെറുകിട കർഷകർക്ക് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കാർഷിക ഉൽപാദനക്ഷമതയും സംരംഭകത്വവും വർദ്ധിപ്പിക്കുന്നതിനും യുവാക്കൾക്ക് ഉപജീവന അവസരങ്ങൾ നൽകി ശാക്തീകരിക്കുന്നതിനും ദുർബല വിഭാഗങ്ങൾക്കുള്ള പിന്തുണ ശക്തിപ്പെടുത്തുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ മൂന്നാമത്തെ കർത്തവ്യ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞത്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളിലൊന്നാണ് മൃഗസംരക്ഷണം. അത് ഗ്രാമപ്രദേശങ്ങളിലായാലും നഗരപ്രദേശങ്ങളിലായാലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം സംരംഭകത്വ വികസനവും സാധ്യമാക്കുന്നതിനായി സർക്കാർ പിന്തുണ നൽകും. അതിനായി 3 തരത്തിലുള്ള സഹായങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഒന്നാമതായി, കന്നുകാലി വളർത്തൽ ഉൾപ്പെടെയുള്ള ഈ മേഖലയ്ക്കായി ഒരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം ആരംഭിക്കും. രണ്ടാമതായി, കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, ഡയറി എന്നിവയുടെ ഇന്റഗ്രേറ്റഡ് മൂല്യ ശൃംഖലകളെ വികസിപ്പിക്കുന്നതിനുള്ള നടപടികളുണ്ടാകും. മൂന്നാമതായി, കന്നുകാലി കർഷകരുടെ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ അഥവാ FPOകളുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള സഹായങ്ങളും ഉണ്ടാകും. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൃഷികളിലൊന്നാണ് തെങ്ങ് കൃഷി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാളികേര ഉൽപാദക രാജ്യമായ ഇന്ത്യയിൽ ഏകദേശം 1 കോടി നാളികേര കർഷകർ ഉൾപ്പെടെ ഉപജീവന മാർഗമായി തെങ്ങിനെയും നാളികേരത്തിനെയും ആശ്രയിക്കുന്ന 3 കോടിയോളം പേർക്ക് സഹായം കിട്ടുന്ന പുതിയ പദ്ധതി ആരംഭിക്കുമെന്നും ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള നാളികേര കൃഷി സംസ്ഥാനങ്ങളിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും നാളികേര കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കോക്കനട്ട് പ്രൊമോഷൻ പ്രോഗ്രാം എന്ന പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ്. കേരളത്തിലെ കർഷകർക്ക് പ്രസ്തുത പദ്ധതി വളരെയധികം സഹായകമാകുമെന്നാണ് പ്രതീക്ഷ. ഇതിലൂടെ ഉൽപാദനക്ഷമത കുറഞ്ഞ തെങ്ങുകൾക്ക് പകരമായി മെച്ചപ്പെട്ട അല്ലെങ്കിൽ ലാഭകരമായ ഇനത്തിൽപ്പെട്ട തൈകൾ നടുന്നതിനുള്ള സഹായങ്ങളും ലഭ്യമാകും. അതുപോലെ തന്നെ 2030 ഇന്ത്യൻ കശുവണ്ടി, കൊക്കോ എന്നിവയെ പ്രീമിയം ആഗോള ബ്രാൻഡുകളാക്കി മാറ്റാനും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനത്തിലും സംസ്കരണത്തിലും രാഷ്ട്രത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിനായി കശുവണ്ടി, കൊക്കോ എന്നിവയ്ക്കായി പ്രത്യേക പദ്ധതി തുടങ്ങും. പരമ്പരാഗത ഇന്ത്യൻ ചന്ദന കൃഷി പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ശാസ്ത്രീയ കൃഷിയും സംസ്കരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് ചന്ദന കൃഷിക്ക് പ്രത്യേക പിന്തുണ നൽകും. ചന്ദനം, കൊക്കോ, കശുവണ്ടി എന്നിവ മാത്രമല്ല, അഗർവുഡ്, വാൽനട്ട്, ബദാം, പൈൻ, നട്ട്സ് എന്നിവയുൾപ്പെടെ ഉയർന്ന മൂല്യമുള്ള വിളകളെ പ്രോത്സാഹിപ്പിക്കാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. പഴയ തോട്ടങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ആധുനിക രീതികളിലൂടെ മികച്ച സാധ്യതകളുള്ള കൃഷിയിടമാക്കി വികസിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകും. ഇതിനോടൊപ്പം തന്നെ ഗ്രാമീണ യുവാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികളും ഉണ്ടാകും. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധന മൂല്യ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായി 500 ജലസംഭരണികളുടെയും ജലാശയങ്ങളുടെയും സംയോജിത വികസനത്തിനായി സർക്കാർ പദ്ധതികളുണ്ടാകും. കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് ഭാരത് വിസ്താർ. എന്താണ് ഭാരത് വിസ്താർ? സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയ കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്നതിനായി അഗ്രിസ്റ്റാക്ക് പോർട്ടലുകളുടെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ കാർഷിക രീതികളുടെ പാക്കേജിനെയും AI സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കുന്ന ഒരു ബഹുഭാഷ AI ടൂളാണ് ഭാരത് വിസ്താർ. വിസ്താർ എന്ന് വെച്ചാൽ വിർച്വലി ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ടു ആക്സസ് അഗ്രികൾച്ചറൽ റിസോഴ്സസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് അഗ്രിസ്റ്റാക്ക് എന്ന്? അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യാത്ത കർഷകർ കുറവായിരിക്കും. PM കിസാന്റെ അടുത്ത ഗഡു കിട്ടണമെങ്കിൽ അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യണമെന്ന വാർത്ത കേട്ടതും അതിനായി പരക്കം പാഞ്ഞതൊക്കെ മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് കർഷകരുടെ എല്ലാ വിവരങ്ങളും ശേഖരിച്ചു വെച്ചിട്ടുള്ള ഒരു ഡാറ്റാ ബാങ്കാണ് എന്ന്.
കാർഷിക മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി കർഷകർക്ക് കൃത്യമായ സേവനങ്ങൾ ലഭ്യമാക്കാനായി ഭാരത സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഡാറ്റാബേസ് ചട്ടക്കൂടാണ് ഇത്. ഭൂമിയുടെ കൃത്യമായ രേഖകൾ, ഡ്രോൺ, സാറ്റലൈറ്റ് സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് ലഭിക്കുന്ന കൃഷി ചെയ്യുന്ന വിളകളുടെ തത്സമയ ഡാറ്റ, കർഷകരുടെ ഐഡന്റിറ്റി, ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ, കവറേജ്, വരുമാനം, ഇൻഷുറൻസ്, വായ്പകൾ, വിളയുടെ വിശദാംശങ്ങൾ, വരുമാന ചരിത്രം തുടങ്ങി കർഷകരുടെ വിവരങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ശേഖരമാണ് അഗ്രിസ്റ്റാക്ക്. ഈ അഗ്രിസ്റ്റാക്കിന്റെ സഹായത്തോടെയാണ് ഭാരത് വിസ്താറിന്റെ പ്രവർത്തനം. മികച്ചതും ഡാറ്റാധിഷ്ഠിതവുമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും മൊത്തത്തിലുള്ള കാർഷിക ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും കർഷകരെ സഹായിക്കാൻ ഭാരത് വിസ്താർ എന്ന പ്ലാറ്റ്ഫോമിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.